കേരള ഫോക്ലോർ അക്കാദമിയുടെ ഈ വർഷത്തെ പുരസ്കാര പ്രഖ്യാപനത്തിൽ ഇരണാവിലെ ഇരട്ടി മധുരം. നാടൻ കലാരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ഒരേ പേരുള്ള ഇരണാവിലെ 2 സുഹൃത്തുക്കൾക്കാണ് ഇത്തവണ പുരസ്കാരം. ഇരണാവിലെ പി രാഘവനുമാണ് ഫോക്ലോർ അക്കാദമിയുടെ അവാർഡിന് അർഹരായത്. ഇരിണാവ് കൂർമ്മക്കാവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി പൂരക്കളി അവതരിപ്പിച്ചു വരുന്ന പി രാഘവനാണ് പൂരക്കളി വിഭാഗത്തിൽ അവാർഡ് നേടിയത്. ഉത്തര കേരളത്തിലെ വിവിധ കാവുകളിലും ക്ഷേത്രങ്ങളിലുമായി പൂരക്കളി അവതരിപ്പിച്ച് കലാരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനാണ് അദ്ദേഹം. ഇന്നും പൂരക്കളി രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന പി രാഘവന് നിരവധി ശിഷ്യന്മാരുമുണ്ട്. ഈ അംഗീകാരം പൂരക്കളി കലാരംഗത്തിന് ലഭിച്ച വലിയ പ്രോത്സാഹനമാണ്. ചെറുപ്പം മുതൽ ഈ കലാരംഗത്ത് പ്രവർത്തിക്കുകയാണെന്നും അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പി രാഘവൻ പറഞ്ഞു. പൂരക്കളി ഏകദേശം 68 വർഷത്തോളായി. ശ്രീ കുറുമ്പക്കാവില്, പിന്നെ ഊരാട്ട് പുതിയ ക്ഷേത്രത്തിൽ, പാപ്പനശ്ശേരി പുതിയ കാവൽ, പിന്നെ നമ്മുടെ പൂമാളക്കാവൽ, പിന്നെ നണിയിൽ പുതിയ ക്ഷേത്രം, ഇങ്ങനെ പല കണ്ണവരം പുതിയ കാവൽ, ഇങ്ങനെ പല ക്ഷേത്രങ്ങളിലും പോയിട്ട് കളിച്ചിട്ടുണ്ട്. കുന്നൂർ കാവിലടക്കം പോയിട്ട് കളിച്ചിട്ടുണ്ട്. 10ാം വയസ്സ് മുതൽ പൂരക്കളിയായിട്ട് ബന്ധപ്പെട്ട് കളിക്കുന്നുണ്ട്. ഇപ്പം 68 വയസ്സായി. അപ്പം ഫോക്ലോർ അക്കാദമീൻ്റെ അവാർഡ് പിന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പിന്നെ കിട്ടിയില്ല. അത് നമ്മളെ പുതിയ മന്ത്രിസഭയിലും പറഞ്ഞ് സാംസ്കാരിക മന്ത്രി ലെവലിലാണ് സാധാരണ കൊടുക്കാൽ. അത് ആ ലെവലിൽ കിട്ടുമെന്ന് പ്രതീക്ഷയിലുള്ളത്. അതേസമയം കാവിലെ പാട്ട് വിഭാഗത്തിലാണ് ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ പി രാഘവൻ ഫോക്ലോർ അക്കാദമി പുരസ്കാരം സ്വന്തമാക്കിയത്. ചെറുപ്പം മുതൽ കാവിലെ പാട്ട് രംഗത്ത് സജീവമാണ്. നിരവധി ശിഷ്യരുമുണ്ട് ഇദ്ദേഹത്തിന്. പരമ്പരാഗത കലാരൂപങ്ങളുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനുമായി ഇരുവരും വർഷങ്ങളായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് പുരസ്കാരമെന്ന് അദ്ദേഹം പറഞ്ഞു. കാവിലെപ്പാട്ടിൻ്റെയിലാണ് അവാർഡ് കിട്ടിയത്. പിന്നെ ഞാനൊരു 10 വയസ്സിൽ പാടാൻ തുടങ്ങി കാവിലെപ്പാട്ട്. ഈ ശ്രീകുറുമ്പക്കാവ് തന്നെ പാടിയത് 10ാമത്തെ വയസ്സിൽ. ഇപ്പം എനിക്ക് 70 വയസ്സായി. പിന്നെ നമ്മളതിനെ ഗുരുനാഥന്മാരുടെ കീഴിൽ പഠിക്കുന്നതല്ലേ, പഠിച്ച് നമ്മളിവിടെ വന്ന് പാടും. അത് കമ്മിറ്റി അതിൻ്റെ സർവ്വം. അവാർഡ് നേട്ടത്തിന്റെ സന്തോഷം പങ്കുവെച്ച് പൂരക്കളി കലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇരുവരെയും അനുമോദിച്ചു. ചടങ്ങിൽ വിജിൻ MLA ഉപഹാരങ്ങൾ സമർപ്പിച്ച് ആദരിച്ചു. നാടൻ കലാരംഗത്ത് ഇരിണാവിന്റെ അഭിമാനമായി മാറിയ 2 സുഹൃത്തുക്കൾക്കും നാട്ടുകാരും കലാസ്നേഹികളും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.